ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ക്യാൻസറിനെ പറ്റിയാണ്. ഇതൊരു വലിയ സബ്ജക്റ്റാണ്. എങ്ങനെ ക്യാൻസർ ഉണ്ടാകുന്നു, ക്യാൻസറിൻ്റെ എന്താണ് ട്രീറ്റ്മെൻറ്റ്, പിന്നെ ക്യാൻസർ ഭാവിയിൽ വരാതെ എങ്ങനെ ഇരിക്കും, പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും, ഇത്രയും കാര്യങ്ങളെപ്പറ്റി നമ്മൾ പറയുമ്പോഴത്തേക്ക് ഈ മനുഷ്യ ശരീരത്തിൽ ക്യാൻസർ വരാത്ത ഒരേ ഒരു അവയവം ഹൃദയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ചോദ്യം, എന്തുകൊണ്ട് ഹൃദയത്തിൽ ക്യാൻസർ വരുന്നില്ല? ഇതൊരു വർക്കിംഗ് ഓർഗനാണ്, 24 hours വർക്ക് ചെയ്യുന്നതാണ്. മനുഷ്യൻ ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നത് വരെയും റെസ്റ്റ് ഇല്ലാത്ത ഒരേ ഒരു അവയവം ഹൃദയമാണ്. ഇനി ഞാൻ ഹൃദയത്തിൻ്റെ കൂടുതലായിട്ട് മറ്റൊരു എപ്പിസോഡിൽ പറയാം. ഇപ്പോൾ നമുക്ക് വീണ്ടും ക്യാൻസറിലേക്ക് പോകാം. ക്യാൻസർ എങ്ങനെ ഉണ്ടാകുന്നു? ഒന്ന്, ജനറ്റിക് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേഷൻ ടു ജനറേഷൻ. ഇപ്പോൾ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ മറ്റ് ജനറ്റിക് സീരീസ് അനുസരിച്ചിട്ട് അപ്പൂപ്പനിൽ നിന്നോ അമ്മൂമ്മയിൽ നിന്നോ രണ്ടോ മൂന്നോ ജനറേഷന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതറിയാൻ സാധിക്കും. പക്ഷേ ഇത് സാധാരണക്കാർക്ക് അത് അറിയാൻ പറ്റില്ല. ഒന്ന്. രണ്ട്, പിന്നെ മനുഷ്യൻ്റെ ഹാബിറ്റാണ്. ഏറ്റവും കൂടുതൽ വരുന്നത് ഈ സെഡൻട്രിക് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ആഹാരങ്ങൾ ധാരാളം കഴിക്കുക. അതിൽ പുകവലി വരാം, മദ്യപാനം വരാം, മയക്കുമരുന്ന് വരാം, എല്ലാം വരാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ്. ആവശ്യമില്ലാത്ത സെല്ലുകൾ ഒരിടത്ത് അടിഞ്ഞുകൂടി അത് മുഴയായിട്ട് ഫാം ചെയ്യാം, അല്ലെങ്കിൽ അത് കൊച്ചു പിന്നെ സിസ്റ്റ് പോലെ ഫാം ചെയ്യാം. പല രീതിയിലും അത് ഫാം ചെയ്യും. അത് ഇന്ന അവയവമൊന്നുമില്ല, ഏത് അവയവത്തിലും വരാം. അപ്പോൾ അത് ഈ ട്യൂമർ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ്. ഒന്ന്, നമുക്ക് ഒന്നും ശല്യം ചെയ്യാത്ത ട്യൂമറും ഉണ്ട്, പിന്നെ ശല്യം ചെയ്യുന്നതുമുണ്ട്. ഇതെങ്ങനെ അറിയാൻ പറ്റും? അതിന് ബയോപ്സി ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ സെല്ലുണ്ടോ ഇല്ലയോ നമുക്കറിയാൻ സാധിക്കും. ഇത് ഞാൻ ജനറലായിട്ടാണ് പറയുന്നത്, ഒരവയവം മാത്രമല്ല. പിന്നെ നമുക്ക് ഓരോരോ അവയവത്തിനെ പറ്റിയും വിശദമായിട്ട് പിന്നെ ഞാൻ ഓരോന്നായിട്ട് പറയാം. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ട് വരുന്നതിൻ്റെ ഘടകം, ക്യാൻസർ വരുന്നതിൻ്റെ നമ്മുടെ ബോഡിയിലുള്ള ടോക്സിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിഷാംശം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ വിഷാംശമുണ്ട്, വെള്ളത്തിൽ പിന്നെ വിഷാംശമുണ്ട്, പിന്നെ വായുവിലുമുണ്ട്. ഇതിലെല്ലാം കൂടിയും ക്യാൻസർ പകർച്ചവ്യാധി നമുക്ക് പറയാൻ ഒക്കത്തില്ല. ഇത് ഒരാളിന് ക്യാൻസർ ഉണ്ടെങ്കിൽ ആ ക്യാൻസർ മറ്റൊരാളിന് വരണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ആ ബോഡിയിൽ തന്നെ ആയിരിക്കും അത് കൂടുതലും വരുന്നത്. പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ ആ ബോഡിയിൽ ഏതെല്ലാം ടൈപ്പ് ഇൻഫെക്ഷൻ ഉണ്ട് അതെല്ലാം വരാം. പിന്നെ പ്രധാനമായിട്ട് ട്രീറ്റ്മെൻറ്റ് കൂടെ പിന്നെ ഒരു മുഖവേരയായിട്ട് പറയാം. ഇപ്പോൾ പണ്ട് തൊട്ടേ ആചരിച്ചു വരുന്ന ഒരു 3 ട്രീറ്റ്മെൻറ്റാണ്. ഒന്ന്, കീമോതെറാപ്പി. 2, റേഡിയേഷൻ ആൻഡ് സർജറി. ഇത് വേറെ ലിമിറ്റഡായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ഇത് ലോകം മുഴുക്കെങ്ങും പ്രാക്ടീസ് ചെയ്യുന്നില്ല. കീമോതെറാപ്പി ഡെവലപ്പ് കൺട്രീസിൽ അവർ എല്ലാം അത് ബാൻ ചെയ്തിരിക്കുകയാണ്. അതിൽ കീമോയ്ക്ക് ഉപയോഗിക്കുന്ന പല കെമിക്കൽസ് ഉണ്ട്. അതിൽ ഇന്ത്യയിൽ പോലുള്ള ഒരു തേർഡ് വേൾഡ് കൺട്രീസ് ഉപയോഗിക്കുന്ന കെമിക്കൽസ് ഒന്നും അല്ല ഫോറിൻ കൺട്രീസിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആരെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ അവർ നേരെ ഡെവലപ്പ് കൺട്രീസിലേക്ക്, യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ പോകുന്നതിൻ്റെ കാരണം, അത് കീമോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ പ്രതിരോധ ശക്തി കംപ്ലീറ്റ് പോവാണ്. അവൻ്റെ മുടി കൊഴിഞ്ഞു പോകും, സ്കിൻ പ്രോബ്ലം ഉണ്ടാവും, ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉണ്ടാവും, ഹൈലി ടോക്സിസിറ്റി ഉള്ളതാണ്. എന്നാലും നമുക്ക് വേറെ ഇല്ലാത്തതുകൊണ്ട് ആളുകൾ ഈ RCC പോലുള്ള സ്ഥാപനങ്ങളിൽ ഇത് തന്നെയാണ് മെയിൻ ചെയ്യുന്നത്. 2, റേഡിയേഷൻ. ഈ റേഡിയേഷൻ കൊണ്ട് അതായത് ഈ സെല്ലുകളെ കരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. മറ്റ് അടുത്തടുത്ത അവയവങ്ങളുടെ കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് ലിവറിൽ ആപ്ലിക്കബിളല്ല, ബ്രെയിനിൽ ആപ്ലിക്കബിളല്ല. പിന്നെ അതുപോലെ ഇന്നോപ്പറബിൾ ക്യാൻസർ എന്ന് പറയും അതിന്. ഒന്ന് ബ്രെയിൻ ട്യൂമർ, ലിവർ ട്യൂമർ ആൻഡ് പാൻക്രിയാറ്റിക് ട്യൂമർ. ഇത് ക്യാൻസറായിട്ട് വരുന്നതിൽ അതും വളരെ ബുദ്ധിമുട്ടുള്ളത്. പിന്നെ മറ്റ് അവയവങ്ങൾക്ക് സർജറി ഇല്ലെന്നുള്ളതല്ല, അത്യാവശ്യം സർജറി ചെയ്ത്. പക്ഷേ ഈ കീമോതെറാപ്പി കൊടുക്കാൻ പാടില്ലാത്തതെന്ന് തന്നെയാണ് ഈ WHO തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്നാലും കൊടുക്കും. അത് ഓരോ രാജ്യത്തിൻ്റെ ഇതാണ്. അപ്പോൾ ഇതിന് പകരം എന്താണ് വേണ്ടത്? ഒന്ന്, കീമോതെറാപ്പിക്ക് പകരം കൊടുക്കുന്നത് കിലീഷൻ തെറാപ്പി എന്ന് പറയും. കിലീഷൻ മീൻസ് ക്ലീനിങ്. അതിന് ഹെർബൽ എക്സ്ട്രാക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്.
ഈ വലിയ ദോഷവശമില്ലാത്ത കെമിക്കൽ ഉപയോഗിക്കുന്നുണ്ട്, വൈറ്റമിൻസ് ഉപയോഗിക്കുന്നുണ്ട്. കീമോയ്ക്ക് പ്രത്യേക പ്രിപ്പറേഷനുള്ള യൂറോപ്പിലും അമേരിക്കയിലും അതിൻ്റെ മെഡിസിൻസ് അവൈലബിളാണ്. പിന്നെ മൂന്നാമത് ഏറ്റവും കൂടുതൽ മെഡിസിൻ കോബ്രലാക്റ്റ് എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട്. അത് ജർമ്മൻ കമ്പനി, ഡോക്ടർ റെഗോവിക് എന്ന് പറഞ്ഞൊരു ജർമ്മൻ കമ്പനിയാണ് അതുണ്ടാക്കുന്നത് കിങ് കോബ്രയുടെ പോയ്സണിൽ നിന്നാണ്. അത് വളരെ ഫലപ്രദമാണ്. ഏത് ടൈപ്പ് ക്യാൻസറിനും നമുക്കത് ഉപയോഗിക്കാം. പിന്നെ മൂന്നാമത് സർജറി അത്യാവശ്യമുള്ളതിനെല്ലാം സർജറി ചെയ്തേ പറ്റൂ. അപ്പം നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് കിട്ടുന്നത് ഒന്ന് റേഡിയേഷന് പകരം ലേസർ തെറാപ്പി കൊടുക്കാം, കീമോതെറാപ്പിക്ക് പകരം നമുക്ക് കിലേഷൻ തെറാപ്പി കൊടുക്കാം. സർജറി ദാറ്റ്സ് എൻ്റർ ഡിഫറൻ്റാണ്. ഇപ്പോൾ സർജിക്കൽ ചില അവയവങ്ങൾക്ക് സർജറി ചെയ്തേ പറ്റൂ, ഒഴിവാക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം ഞാൻ ജനറലായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും ഇതിന് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടിയുണ്ട്. അതിൻ്റെ പേര് കോഎൻസൈം Q10. അതിൻ്റെ എന്ന് പറയുന്നത് ദിവസം ഒരു 300 മില്ലിഗ്രാം വീതം കഴിച്ചു കഴിഞ്ഞാൽ ഏത് ക്യാൻസർ പേഷ്യൻറ്റിനും നല്ലൊരു ശതമാനം വരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. അതിൻ്റെ കാരണം പ്രതിരോധശക്തി വർദ്ധിക്കും, ബോഡിയിലുള്ള ടോക്സിൻസ് മാറിക്കിട്ടും. ഞാൻ ഇത്രയും പറഞ്ഞെങ്കിലും ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്ന ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ ചികിത്സിക്കുക. പല രീതിയിലുള്ള വൈദ്യശാസ്ത്രം ഉപയോഗിച്ചിട്ട് WHO അംഗീകരിച്ചിട്ടുള്ളൊരു 20ഓളം വൈദ്യശാസ്ത്രവും 100-ൽ വൈദ്യ സമ്പ്രദായങ്ങളുമുണ്ട്. അതിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത് മോഡേൺ മെഡിസിൻ, ഹോമിയോപ്പതിക് മെഡിസിൻ, നാച്ചുറോപ്പതി, അക്യുപഞ്ചർ, ചൈനീസ് മെഡിസിൻ ഇതുമെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ക്യാൻസറിനായാലും ലേസർ ട്രീറ്റ്മെൻറ്റും അവൈലബിളാണ്. അത് ഓരോ അവയവത്തിനെ ആശ്രയിച്ചിരിക്കും. അത് മറ്റ് ട്രീറ്റ്മെൻറ്റിനേക്കായി വളരെ ഫലപ്രദവും ചിലവ് കുറഞ്ഞതുമായിരിക്കും. അതുപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ആൻജിയോഗ്രാം ഒഴിവാക്കുക, ബൈപാസ് സർജറി ഒഴിവാക്കുക. അതിന് ഒരു 80% അല്ലെങ്കിൽ അതിൽ കുറഞ്ഞോ കൂടുതലോ ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാവും. പിന്നെ ദോഷവശങ്ങളും ഇല്ലാത്തൊരു ട്രീറ്റ്മെൻറ്റാണ് ലേസർ ട്രീറ്റ്മെൻറ്റ്.